ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്ന് ഞാൻ വൈകുന്നേരമാണ് ആക്ച്വലി വ്ളോഗ് തുടങ്ങുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് രാവിലെ എക്സസൈസ് ഒന്നും ചെയ്തില്ല, ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മടി. ഇന്ന് വൈകുന്നേരം എന്തായാലും ജൂലിയൻ അവൻ്റെ പട്ടികൾ വൈകുന്നേരം ഇങ്ങനെ കറക്കാൻ കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങാൻ. 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ബേസിക്കലി അധികമൊന്നുമില്ല. എനിക്ക് കുറച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആംനസ്റ്റി പ്രോഗ്രാം 1-ാം തീയതി തുടങ്ങണമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. പല ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇടാം. പിന്നെ ഈ വീഡിയോയിൽ കൂടെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി 1-ാം തീയതി സെപ്റ്റംബർ 1-ാം തീയതിയാണ് തുടങ്ങുന്നത് ആംനസ്റ്റി പ്രോഗ്രാം. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എൻ്റെ മാതിരി തന്നെ വിസ കഴിഞ്ഞവരുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആംനസ്റ്റിയിൽ കൂടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ആംനസ്റ്റി പ്രോഗ്രാമിൻ്റെ ഇത് എടുക്കണവർ എന്ന് വെച്ചാൽ ആംനസ്റ്റിയിൽ കൂടെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് വെച്ചാൽ മെയിൻ തിങ് നിങ്ങളിൽ എന്തെങ്കിലും റെൻ്റൽ കേസോ ചെക്ക് ഡിസ്പ്യൂട്ട് കേസസ് എന്തെങ്കിലും വെച്ചാൽ അതൊക്കെ ക്ലിയർ ആക്കണം. അത് ക്ലിയർ ആക്കാണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ അതാണ്. എൻ്റെ ഒരു റെൻ്റൽ കേസ് ഉണ്ട്, അത് ക്ലിയർ ആക്കിയിട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയവും കിട്ടും. പിന്നെ പല സ്ഥലങ്ങളിൽ അവർ ആംനസ്റ്റിയുടെ പ്രോഗ്രാമിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി എമിഗ്രേഷനിൽ ചെന്നാലും നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. എന്തെങ്കിലും കേസ് എന്ന് വെച്ചാൽ അത് നിങ്ങൾ സിസ്റ്റത്തിൽ നിന്ന് ആദ്യം ക്ലിയർ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പേയ്മെൻറ്റ് എന്തെങ്കിലും വെച്ചാൽ അത് നേരെ തന്നെ 1-ാം തീയതിക്ക് മുമ്പ് എല്ലാതും ക്ലിയർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആംനസ്റ്റി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ അത് പറ്റില്ല. ഇതാണ് ജൂലിയൻ. അവൻക്ക് വീഡിയോയിൽ വരണ്ട, അവനെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവനെ ഞാൻ എടുക്കണില്ല അധികം. അപ്പോൾ ഫേസൊന്നും വരരുതെന്ന് പറഞ്ഞു. അവനൊരു നാണം. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ആക്ച്വലി ഇതാണ് ഇവൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ അവൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത് ഇപ്പോൾ 1 മാസമായിട്ട്. അപ്പോൾ ബേസിക്കലി ഇവന്മാരെ രാവിലെയും വൈകുന്നേരം അവൻ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകും. ഇതാണ് ലോബി. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഇവർക്കൊരു നല്ലൊരു, ഞാൻ ബേസിക്കലി വ്ളോഗ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഇവരെ വിടും. ഇവരിങ്ങനെ ഓടി ചാടിയൊക്കെ കളിക്കും. പിന്നെ ഇവിടെ ഷീ റൺസ് മാൻ. അപ്പോൾ ബേസിക്കലി ആംനസ്റ്റി ഞാൻ പറഞ്ഞ മാതിരി ആരെങ്കിലും എടുക്കണമെന്ന് വെച്ചാൽ ആദ്യം കേസൊക്കെ ക്ലിയർ ചെയ്യുക. കേസ് ക്ലിയർ ചെയ്യാണ്ട് ആംനസ്റ്റി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യാം. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് ഈ ആഴ്ച അല്ലെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ ചെയ്യണം. കാരണം എനിക്ക് കുറച്ച് പൈസ കിട്ടാണ്ട്. ഇതുണ്ടോ, ഇത് ആരുടെയോ സ്വിമ്മിങ് പൂളാന്ന് കുട്ടികളുടെ. ഇവിടുന്ന് അങ്ങനെ കാറ്റത്ത് വന്ന് വീണതായിരിക്കും. എനിവേസ് രാത്രി നല്ല പണി നടക്കും ഇവിടെ. പണിയോട് പണി. ദുബായ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അതാണ് ആംനസ്റ്റിയുടെ ഇത്. 1 സെപ്റ്റംബർ. അപ്പോൾ ഓൾമോസ്റ്റ് ഇനി ഒരു 2-3 ആഴ്ചയും കൂടി ഉള്ളൂ. ഇഫ് യു ഗൈസ് വാണ്ട് ടു ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ. കുറേ ആൾക്കാരുണ്ട്, എനിക്കറിയാം കുറേ ആൾക്കാരുണ്ട് ദുബായിൽ. അവർ അതിൽ എഴുതിയിട്ടുമുണ്ട്. ഇന്നലെ ഖലീജ് ടൈംസിലും വന്നിരുന്നു അതിനെ പറ്റിയിട്ട്, ഗൾഫ് ന്യൂസിലും വന്നിരുന്നു. കുറേ ആൾക്കാർ പാൻഡമിക് കഴിഞ്ഞിട്ട് വിസയുടെ പ്രശ്നങ്ങളായിട്ട് എൻ്റെ മാതിരി തന്നെ പാൻഡമിക് കഴിഞ്ഞിട്ട് ബിസിനസ് പോയവരും പിന്നെ ജോലി പോയവരും അവർ പിന്നെ ജോലി കിട്ടിയിട്ടില്ല. അങ്ങനെ പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അയ്യോ അവൻ്റെ ഓട്ടം കണ്ട് എൻ്റെ സന്തോഷം നോക്കിയാൽ ഭയങ്കര കാറ്റെന്ന്. എനിക്ക് അറിഞ്ഞുകൂടെന്ന് വീഡിയോ അങ്ങനെ വരുന്നു. കാരണം അധികം ലൈറ്റില്ല ഇവിടെ. എന്നാലും ഞാൻ വിചാരിച്ചു 2 ദിവസമായി വ്ളോഗ് ഇട്ടിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാരണം എൻ്റെ സബ്സ്ക്രൈബർ ഓൾമോസ്റ്റ് 300 സബ്സ്ക്രൈബർ ഓൾമോസ്റ്റ് ആയി. ആൻഡ് ഐ നെവർ എക്സ്പെക്റ്റഡ് ഇത്രയും പെട്ടെന്ന് 300 സബ്സ്ക്രൈബർ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ആൻഡ് വിഷ് ചെയ്തിരുന്നു, ബ്ലെസ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ, വിച്ച് ഈസ് റിയലി നീഡഡ് ഫോർ മീ റൈറ്റ് നൗ. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഈ വ്ളോഗിൽ കൂടെ കുറേ ആൾക്കാർ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞു. എല്ലാവരും അല്ല, ചിലവർ. പക്ഷേ അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ ഇല്ലീഗലിയാണ് ഒന്നുമല്ല. കാരണം ഞാൻ തന്നെ സ്വന്തം എമിഗ്രേഷനിൽ പോയിട്ട് അവരെന്നെ പിടിച്ചിട്ട് ഉള്ളിലൊന്നും ഇട്ടില്ല. അവരെന്നെ പറഞ്ഞു നിങ്ങൾക്കിത് ക്ലിയർ ചെയ്യാം, ആംനസ്റ്റി വരുന്നുണ്ട്. പിന്നെ അതിന് മുമ്പ് നിങ്ങൾക്ക് ക്ലിയർ എന്ന് വെച്ചാൽ ഇത്രയും സമയമുണ്ട്. കാരണം ഞാൻ എൻ്റെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തപ്പോഴും അവരെന്നെ പിടിച്ച് ഉള്ളിലൊന്നും ഇട്ടില്ല. എൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റെൻറ്റിൻ്റെ ചെക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ കേസും ഇപ്പോൾ പണ്ടത്തെ മാതിരിയൊന്നുമല്ല. ഇപ്പോൾ റെൻറ്റിൻ്റെ കേസും പറഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് ലാൻഡ് ഓണറായിട്ടും റെൻറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണറോ അവരായിട്ടും നമ്മൾക്ക് ഇതാക്കി ചെയ്യാം. അവർ ട്രാവൽ ബാൻ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഉള്ളിൽ പിടിച്ചിടുന്നൊന്നുമില്ല. അങ്ങനെ അറസ്റ്റ് വാറണ്ട്
ഇല്ല, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ റെൻറ്റിൻ്റെ ആൾ ഇങ്ങനെ അറസ്റ്റ് ഇട്ടിട്ടില്ല, ഇതായത് സ്റ്റുഡിയോൻ്റെ ആൾക്കാർ. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് 1 മാസം സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആ 1 മാസത്തിനുള്ളിൽ എനിക്ക് ആ പൈസ കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ എനിക്ക് ക്യാഷ് കിട്ടാണ്ട്, എൻ്റെ ബിസിനസ്സിൻ്റെ കുറച്ച് പൈസ ഞാൻ ചിലവാക്കി, അത് എനിക്ക് കിട്ടാണ്ട്, അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്ലിയറായി, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഇനി ഇത് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പിന്നെ വിസ റിന്യൂ ചെയ്തിട്ട് ഇവിടെ നിൽക്കണം, എനിക്ക് യാതൊരു താല്പര്യമില്ല. കാരണം ഓൾറെഡി ഉള്ളത് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാനാണ് താല്പര്യം. കാരണം ഞാൻ അനുഭവിച്ചു ആ ഫ്രീഡം എനിക്ക് കിട്ടില്ല. ഒരു പ്രാവശ്യം ട്രാവൽ ബാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ 3 മാസമായി ഞാനിവിടെ പെട്ടിരിക്കുന്നത്. എൻ്റെ വൈഫും മോനും പോയിട്ട് ജൂണിൽ പോയതിന് ജൂലൈ ഓഗസ്റ്റ് ആവാറായി. ഇപ്പോൾ 2 മാസം ഇപ്പോൾ ഞാൻ അവരെ ഇതുവരെ നമ്മൾ പിരിഞ്ഞ് നിന്നിട്ടില്ല. അപ്പോൾ ആ ഫീലിംഗ് കൂടി ഭയങ്കര ഒരു ഫീലിംഗ്, അത് ശരിയാവില്ല. അത് എനിക്ക് ഫാമിലിയുടെ ഒപ്പം നിൽക്കണം. എൻ്റെ ഫാദറും മദറും ഇവിടെ ഉണ്ടായിരുന്നു 36 ഇയേഴ്സ്. എൻ്റെ ജീവിതം ഫുള്ള് ഞാൻ അവരില്ലാണ്ട് താമസിച്ചത്. എന്ന് വെച്ചാൽ മോസ്റ്റ്ലി ഞാൻ ഡൽഹിയിലും കോൺവെൻറ്റിലും ആയിട്ടാണ് ഞാൻ ജീവിച്ചത്. ദാറ്റ് സെയിം മിസ്റ്റേക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ഡു വിത്ത് മൈ സൺ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വേർപിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല ഫാമിലിനായിട്ട്. പൈസ നമുക്ക് ഉണ്ടാക്കാം, ആ സമയത്തെ കാര്യങ്ങൾ വേറെ ആയിരിക്കും, ഈ സമയത്തെ കാര്യങ്ങൾ സ്ഥിതി വേറെതാണ്. അപ്പോൾ ഐ ക്യാൻ നോട്ട് സർവൈവ് വിതൗട്ട് മൈ ഫാമിലി. ഐ ഹാവ് ടു ബി. അപ്പോൾ ഫാമിലി ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല. അതാണ് ഞാനും തീരുമാനിച്ചത്. ഐ ഹാവ് ടു ഗോ ബാക്ക്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റിൽ കൂടെ ചോദിച്ചിരുന്നു ട്രേഡിങ്ങിനെ പറ്റിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പൈസ ഞാൻ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ട്രേഡിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1-2 കൊല്ലമായിട്ട് ഞാൻ ചെയ്തിരുന്നു. കുറച്ച് പ്രോഫിറ്റബിളാണ്. എനിക്ക് മനസ്സിലായി തുടങ്ങി കുറച്ച് ഡിസിപ്ലിൻ ആവണം ട്രേഡിങ് ചെയ്യുന്ന വെച്ചാൽ. പിന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ $10 വെച്ച് തുടങ്ങിയാണ് ഞാൻ. $10 മാത്രം വെച്ച് ഞാൻ തുടങ്ങിയാണ്. അത് $100-300 വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിൽ ഐ എം കണ്ടിന്യൂയിങ് ഇറ്റ്. അല്ലാണ്ട് നിങ്ങളുടെ ഇമോഷൻസും ഗ്രീഡും അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാണ്ട് നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരിക്കലും അഡ്വൈസ് ചെയ്യില്ല. എന്നോട് കുറേ ആൾക്കാർ അഡ്വൈസ് ചെയ്തു ട്രേഡിങ് ഒരു നല്ല പരിപാടിയില്ല. ചിലർ എന്നെ പറഞ്ഞു പണിയില്ല, ഇതൊന്നുമില്ല, എന്നിട്ടും ഇവൻ ചെയ്യുന്ന ട്രേഡിങ് അല്ലേ നല്ല പണിയെന്ന്. ശരിയാണ്, നിങ്ങൾ വിചാരിക്കണോ. പക്ഷേ ട്രേഡിങ്ങിലും കുറേ ആൾക്കാർ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇമോഷൻസും ഇതും കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി ട്രേഡിങ്ങിൽ കൂടെയും പൈസ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യണമല്ല. അതുകൊണ്ട് ആലോചിക്കുക, ട്രേഡിങ്ങിൽ കയറുന്ന ചിലത് ആലോചിക്കണം. ഞാൻ $10 വെച്ച് തുടങ്ങിയാണ്, അത്രേ ഉള്ളൂ. അത് ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ ഇന്ന് 300 ഉണ്ട്. അപ്പോൾ സ്ലോലി ഞാൻ എൻ്റെ ആ $300 തന്നെ ഞാനിപ്പോൾ റിസ്ക് എടുക്കണം എന്ന് വെച്ചാലും അതിൻ്റെ 1% ഞാൻ റിസ്ക് എടുക്കണം. യു ഗെറ്റ് മീ. അറൗണ്ട് $3 വരെ ഞാൻ റിസ്ക് എടുക്കുള്ളൂ, അല്ലെങ്കിൽ 30 cents അത്രേ ഉള്ളൂ. അതിനാൽ കൂടുതൽ ഞാൻ റിസ്ക് എടുക്കില്ല. മാക്സിമം ഞാൻ $1 അല്ലെങ്കിൽ $3 വരെ റിസ്ക് എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾക്ക് അത്രയും നാൾ ട്രേഡിങ്ങിൽ ബേസിക്കലി പിടിച്ച് നിൽക്കാം. ഇപ്പോൾ നിങ്ങൾ ഗ്രീഡി ആവുമെന്ന് വെച്ചാൽ നിങ്ങൾ 30% 40% ഒക്കെ റിസ്ക് എടുക്കുന്നത് വെച്ചാൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല. യു ഷുഡ് നെവർ ഗെറ്റ് ഇൻ ടു ട്രേഡിങ്. പിന്നെ ചിലർ വെച്ചിരുന്നു ട്രേഡിങ്ങിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ആൾക്കാരെ ബേസിക്കലി ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് മാത്രം ഓൺലൈനിൽ എനിക്ക് ട്രേഡിങ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ട്രേഡിങ് തുടങ്ങിയത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ്ലി ട്രേഡിങ് ചെയ്തിട്ട് $100-200 ഞാൻ ഉണ്ടാക്കി. $100-200 എന്ന് പറഞ്ഞാൽ $700 ഉള്ളൂ. കാരണം എൻ്റെ പോർട്ട്ഫോളിയോ അത്രയും വലുതല്ല. $200-300 ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പോർട്ട്ഫോളിയോയിൽ. അതിൽ നിന്ന് ഞാൻ $200 എക്സ്ട്രാ അഡീഷണൽ ഉണ്ടാക്കുന്നത് $500 ഉണ്ട് ഇപ്പോൾ ഡോളർ. അപ്പോൾ അങ്ങനെ സ്ലോലി നമുക്കൊരു പാസീവ് ഇൻകം ആയിട്ട് ട്രേഡിങ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഫുള്ളായിട്ട് നിങ്ങൾ ട്രേഡിങ് നോക്കരുത്. പിന്നെ എൻ്റെ വേറെ ഇൻകം എനിക്ക് വരുന്നത് യൂട്യൂബ് ചാനലുണ്ട്. എൻ്റെ ഹിന്ദി യൂട്യൂബ് ചാനലുണ്ട്. 30,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇൻകം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോണു. അല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ ഞാൻ 3-4 മാസം മുമ്പ് തുടങ്ങിയത് മലയാളത്തിൽ. എനിക്ക് തുടങ്ങുന്നുണ്ടായിരുന്നു ബിക്കോസ് ഐ ലവ് വീഡിയോ എഡിറ്റിംഗ്, റെക്കോർഡിങ്, അങ്ങനെ പലതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ കാരണം. പിന്നെ എൻ്റെ ഹിന്ദി ചാനൽ കാരണം ഇന്ന് എനിക്ക് കുറച്ച് മന്ത്ലി ഇൻകം കിട്ടുന്നത് എനിക്ക് നാട്ടിലേക്കും കുറച്ച് അയക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫ്യൂച്ചർ നോക്കുന്നത് വെച്ചാൽ വ്ളോഗിങ് ഞാൻ നോക്കുന്നുണ്ട്, ട്രേഡിങ് പാസീവ് ഇൻകം ആയിട്ടും ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തവരോടും പ്ലസ് കമൻറ്റ് ചെയ്തവരോടും, പിന്നെ ആ സപ്പോർട്ട്, ആ ഒരു പോസിറ്റീവ് തോട്ട് തന്നവരോടും. സ്പെഷ്യലി ഞാൻ തോൽവി സമ്മതിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ വരും, ആൾക്കാർക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ വരും. ചിലർ പറഞ്ഞു എൻ്റെ കർമ്മമാണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് കാരണം ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നു. എൻ്റെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു ചില എൻ്റെ കർമ്മമായിരിക്കും. എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു കർമ്മം. ചെറിയ തെറ്റുകളുണ്ടാവും ചിലപ്പോൾ. ഞാൻ ചിലപ്പോൾ ഒരു പാറ്റനെ കൊന്നു, അതിൻ്റെ കർമ്മമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ചിന്താഗതിയുള്ള ആൾക്കാരും ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. മനസ്സിലായില്ലേ? എനിക്ക് ചിരിയാവുന്നത് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഫ്രോഡാണ് അങ്ങനെയൊക്കെ പലരും എന്നെ വിളിച്ചു. പലവരല്ല, ഒരാൾ സ്പെഷ്യലി വിളിച്ചു. പക്ഷേ ഞാൻ ആ ഭായിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഭായ് ഞാൻ ഫ്രോഡല്ല. ഇല്ലീഗലായിട്ട്
വിസ കഴിഞ്ഞാൽ ഇല്ലീഗലാണെന്നുള്ള സ്റ്റേറ്റസ് വരാം. അപ്പോൾ നിങ്ങൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഫ്രോഡല്ല. ഫ്രോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ പറ്റിക്കണോ അതാണ്. ഞാൻ ഈ നാട്ടിലെ ആൾക്കാരെ ഞാൻ പറ്റിച്ചിട്ടില്ല. പിന്നെ നിങ്ങളോട് ആരോടും ഞാൻ പൈസയും ചോദിച്ചിട്ടില്ല. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട. ഞാൻ ഈ വ്ളോഗിൽ കൂടെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ മാതിരി പലരും അവിടെ ഉണ്ടാവും. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. കാരണം നാളെ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മാതിരി തന്നെ നാളെ എന്ത് ചെയ്യാൻ നമുക്ക്, പിന്നെ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്, എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുള്ളൂ. അല്ലാണ്ട് ഞാനിവിടെ ഫ്രോഡ് ചെയ്യാനൊന്നുമല്ല വന്നത്. നിങ്ങളോട് ആരോടും ഞാൻ ഹെൽപ്പ് ചോദിക്കില്ല. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന അത് മതി എനിക്ക് ഹെൽപ്പായിട്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കമൻറ്റോട് ഓരോന്നോരോന്ന് വായിച്ച് 2 ദിവസം എടുത്തു എനിക്ക് ഈ കമൻറ്റ് ഇതൊക്കെ വായിക്കാനും. പിന്നെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്ര ആൾക്കാർ കമൻറ്റ് ചെയ്തു, 100 ആൾക്കാരുണ്ടോ 200 ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ, എല്ലാവർക്കും ഞാൻ റിപ്ലൈയും ചെയ്തിട്ടുണ്ട്, ലൈക്കും ചെയ്തിട്ടുണ്ട്, ലവും തന്നിട്ടുണ്ട് എല്ലാവർക്കും. ഞാൻ എത്ര ആൾക്കാരുണ്ടോ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാണ്ട് എനിക്ക് എൻ്റെ മനസ്സാക്ഷി സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ റിപ്ലൈയും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുത്തത് ഒരു വേറെ വ്ളോഗ് വരാൻ. ഭയങ്കര കാറ്റ്. ഇന്ന് ഇനി അധികം വ്ളോഗ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. പിന്നെ ഈ വീഡിയോയും കാണുന്നവരോടും ഞാൻ പറയണത്, ഈ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് വരും. ജീവിതത്തിൽ എല്ലാവർക്കും താഴ്ചയും ഉയർച്ചയും വരുന്നതാണ്. പക്ഷെ നമ്മൾ തോൽക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, സോ മീറ്റ് യു ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.